മെഡ്പാത്ത് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ്. ക്വസ്റ്റ്യൻസ് മെയിൻലി നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: ഡിറക്റ്റ് ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും. ഡിറക്റ്റ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വരുന്നത് ക്വിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അവർ നമ്മളോട് ചോദിക്കുവാണ് സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി, നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി. ഇതൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്, ഇത് തന്നെ ചോദിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ്. ഇതാണ് ഏറ്റവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ടൈപ്പാണ് ഡയഗ്രാംസ്. അതായത് അവർ നമുക്ക് പല പിക്ചേഴ്സ് തരും. ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിൽ ആൻസറിന്റെ ഓപ്ഷൻ സൈഡിൽ വരുമ്പോൾ കുറെ പിക്ചേഴ്സ് തരും. അതായത് അവർ ചോദിക്കുന്നത് നമ്മളടുത്ത് ഫൗളേഴ്സ് പൊസിഷൻ ഏതാണ്, തന്നിരിക്കുന്ന പിക്ചേഴ്സിൽ ഫൗളേഴ്സ് പൊസിഷൻ ഏതാണെന്നായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ കറക്റ്റ് പിക്ചർ ഏതാണോ ആ ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് കാൽക്കുലേഷൻസ്. കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ ഫ്ലോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡ്രോപ്പ് കാൽക്കുലേഷൻ, ഡോസ് കാൽക്കുലേഷൻസ്, ഇതെല്ലാം കാൽക്കുലേഷൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ലാസ്റ്റ് വൺ ആണ് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ, അല്ലെങ്കിൽ സാറ്റ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അതായത് ഇപ്പോൾ നമുക്കൊരു പേഷ്യന്റിന് റിവേഴ്സ് ഐസൊലേഷൻ കൊടുക്കണം. അപ്പോൾ റിവേഴ്സ് ഐസൊലേഷൻ കൊടുക്കേണ്ട പേഷ്യന്റിന് നിങ്ങൾ എന്തൊക്കെ കെയർ ആണ് കൊടുക്കുക, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കുക എന്ന് ചോദിച്ചിട്ട് അവർ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ ഒരു 6 or 7 ഓപ്ഷൻസ് അവർ തരും. അതിൽ ഒരു ആൻസർ ആയിരിക്കത്തില്ല ശരി, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ ആയിരിക്കും. അപ്പോൾ ആ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറക്റ്റ് അല്ലെങ്കിൽ അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിലൂടെ അവർ നമ്മുടെ പ്രയോറിറ്റൈസിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആണ് അസസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ 80 to 95% അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എസ്പെഷ്യലി DOH, MOH, NCLEX RN എന്നീ എക്സാംസിൽ. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ നല്ല തിയറി ബേസ് ഉണ്ടായിരിക്കണം. നമ്മൾക്കുള്ള തിയററ്റിക്കൽ നോളജ് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിലെ സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊന്ന് നമുക്കിന്ന് നോക്കാം. The nurse notes blanching, coolness and edema at the peripheral intravenous site. On the basis of these findings, the nurse would implement which action first? First option, remove the IV. Second option, apply a warm compress. Third option, check for a blood return. Fourth option, measure the area of infiltration. ഈ ക്വസ്റ്റ്യനിൽ എക്സാമിനർ തന്നിരിക്കുന്ന സിനാരിയോ IV സൈറ്റ് അല്ലെങ്കിൽ കാനുല സൈറ്റിൽ മോണിറ്ററിംഗ് ആണ്. നഴ്സ് കാനുല സൈറ്റിൽ ബ്ലാഞ്ചിങ്, അതായത് കാനുല സൈറ്റ് വിളറിയിരിക്കുന്നതായി കണ്ടു. അതോടൊപ്പം തന്നെ നഴ്സ് നോട്ട് ചെയ്തതാണ് കൂൾനെസ് ആൻഡ് എഡിമ. എഡിമ എന്നാൽ നീര്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു നഴ്സിന്റെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം എന്നാണ് ചോദ്യം. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് 3 വേർഡ്സ് ആണ്. വിച്ച് ആക്ഷൻ ഫസ്റ്റ്. നമ്മൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഇങ്ങനെ ഒരു സിനാരിയോയിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഏതാദ്യം ചെയ്യും എന്നതാണ് ചോദ്യം. തിയറിയിൽ നമ്മൾ പഠിക്കുന്നതാണ് IV സൈറ്റ് എഡിമ വന്നാൽ പിന്നെ ആ സൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നത്. ബിക്കോസ് ഇറ്റ് വിൽ ലീഡ് ടു ഇൻഫെക്ഷൻ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കാനുല റിമൂവ് ചെയ്യുകയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. വരും ദിവസങ്ങളിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോസുമായി കാണാം. ഓൺലൈൻ ക്ലാസ്സുകൾക്കായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.